ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷോൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെയും പോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ അനാലിസിസ് തുടങ്ങാം. സോ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഇന്നലെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ട്രോങ് വോളിയം തന്നൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു. ആ സ്ട്രോങ് വോളിയം തന്ന റെഡ് ക്യാൻഡിലും പിന്നെ ഒരു ഇൻഡെസിഷൻ കാണിക്കുന്നൊരു ക്യാൻഡിലുമാണ്. ബേസിക്കലി ഒരു ഡോജി ക്യാൻഡിലാണ്. സ്ട്രോങ് വോളിയം വിത്ത് ഡോജി എന്ന് പറയുന്നത് ഒരു റിവേഴ്സൽ സൈനായിട്ടാണ് ടെക്നിക്കൽ അനാലിസിൽ പറയുന്നത്. സോ മേ ബി അതും ഇവിടുന്ന് ഒരു റിവേഴ്സൽ, ചെറിയ റിവേഴ്സൽ നമുക്ക് കാണാമെന്ന് തോന്നുന്നു. സോ അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് ലെവലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ഈ ഒരു ഫ്രൈഡേ, എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്രൈഡേ ആണ് വാർ ന്യൂസ്. ബേസിക്കലി ഈ ഒരു ഫ്രൈഡേ കഴിഞ്ഞ് ഈ മൺഡേ ആണ് വാർ ന്യൂസ് വന്നത്. ആ വാർ ന്യൂസിൻ്റെ ഉള്ളിൽ ബേസിക്കലി US ഇറാൻ വാർ ന്യൂസ് ആണ്. അതുപോലെ തന്നെ ഓയിൽ വളരെ ഹൈ ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തു. ആ പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്തും എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് നിന്നു. മാർക്കറ്റ് ഒരു ബ്രേക്ക് ഡൗൺ ചെയ്ത് അങ്ങ് പോയിട്ടില്ല. സോ ബേസിക്കലി ഈ മാർക്കറ്റിനകത്ത് ഈ ഒരു ന്യൂസ്, US ഇറാൻ വാർ ന്യൂസ് എന്നുള്ള ആ ഒരു സാധനം വിലപ്പോകാതെ വന്നുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്. സോ മാർക്കറ്റ് ഓൾറെഡി അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ബേസിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ അന്നേ ദിവസം ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഡൗൺ വി ആർ കൈൻഡ് ഓഫ് ഫ്ലാറ്റ്. സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രോങ് ക്യാൻഡിൽ തരാൻ ശ്രമിച്ചു താഴത്തേക്ക്, പക്ഷേ പോയി വീണ്ടും മുകളിൽ പോയിട്ട് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒരു ചെറിയൊരു ഇൻസൈഡ് ബാർ. സോ എനിക്ക് തോന്നുന്നു ഒരു പ്രോബബിലിറ്റി ഈസ് ടു ഗോ അപ്പ് സൈഡ് എന്നതാണ്. അപ്പോൾ മുകളിലേക്ക് ഇനിയും പോവുകയാണെങ്കിൽ മേ ബി ഇനിയും നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ കിട്ടുമല്ലേ. കാരണം ഓൾറെഡി നിഫ്റ്റി ആൽഫയും ഒരു സ്ട്രോങ് ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം നൈസ് പുൾ ബാക്കിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ഇന്നത്തെ ദിവസം ജൂലൈ 15th ആണ്. സോ മാർക്കറ്റ് ഓപ്പൺ ആവാൻ ആകെ ഒരു അരമണിക്കൂറേ ഉള്ളൂ. സോ നിഫ്റ്റിയിൽ ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കാണാണ്ട് 3-day ക്യാൻഡിൽ, അതിന് ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു നല്ലൊരു ഇൻസൈഡ് ബാർ കാണാണ്ട് ഡെഫിനറ്റ്ലി ഇതിൻ്റെ മുകളിലേക്ക് പ്രൈസ് ആക്ഷൻ സസ്റ്റെയിൻ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഈ മാക്സിമം ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിലേക്ക് പ്രൈസ് ആക്ഷൻ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വീണ്ടും നിഫ്റ്റി ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പ്രോബിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രോബിലിറ്റി ഇങ്ങനെ ഉണ്ടെന്ന് പറയാൻ കാരണം മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വാർ ഡേ ക്യാൻഡിലാണ്. US ഇറാൻ വാറിൻ്റെ ദിവസം, വാർ അനൗൺസ് ചെയ്ത പിറ്റേ ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് സ്ട്രോങ് റാലി ടു അപ്സൈഡ് ആണ്, റൈറ്റ്. സോ നമുക്ക് മൾട്ടിപ്പിൾ സിനാരിയോസ് ഉണ്ട്. ബാഡ് ന്യൂസിന് മാർക്കറ്റ് ബാഡായിട്ട് ഓപ്പൺ ചെയ്ത് ബാഡായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബാഡ് സിനാരിയോ ആണ്. പക്ഷെ ബാഡ് ന്യൂസിന് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്താൽ അതൊരു ഗുഡ് സിനാരിയോ ആണ്. ഒരു ട്രെൻഡിങ് മാർക്കറ്റിന് വരാനുള്ള പ്രോബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഗുഡ് ന്യൂസിന് മാർക്കറ്റ് വളരെ ബാഡ് റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതൊരു മോശം കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസിനൊരു ബെറ്റർ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നല്ല കാര്യമാണ്. സോ ന്യൂസ് എന്താണെന്നുള്ളതല്ല, മാർക്കറ്റ് ആ ന്യൂസിനെ എങ്ങനെ വിലയിരുത്തുന്നു അല്ലെങ്കിൽ മാർക്കറ്റിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടായിരിക്കണം നമ്മുടെ അടുത്ത നീക്കങ്ങൾ. സോ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈയിലാണ് മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നിൽക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നല്ല സ്ട്രോങ് ആണ് മിഡ് ക്യാപ്പ് ഇൻഡെക്സ്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്നും ഒരു റാലി പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ മാർക്കറ്റ് സിനാരിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ യുദ്ധം ഒന്നും കൂടെ കണത്ത് കഴിഞ്ഞാൽ എന്താകും, ഹോർമുസ് കടലെടുക്കൽ വീണ്ടും പ്രശ്നങ്ങൾ വന്നാൽ എന്താകും എന്നുള്ളതൊക്കെയാണ് പ്രശ്നം. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് മിഡ് ക്യാപ്പ് ഇൻഡെക്സിൻ്റെ അത്ര സ്ട്രോങ് അല്ല, ഓൾ ടൈം ഹൈയിലല്ല. ബാങ്ക് നിഫ്റ്റി എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നല്ലൊരു കൺസോൾട്ടേഷൻ തരുന്നുണ്ട്. 10 പീരീഡ് 5 പീരീഡ് ആൻഡ് 20 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഷേക്ക് ഔട്ട് ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ട് വീക്ക്ലി ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും നിഫ്റ്റി ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷന് ശേഷം വീണ്ടും മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻഡെക്സ് അനാലിസിസ്. പക്ഷെ നമ്മൾ ഇനി നേരെ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്സ് ഇപ്പോൾ 20 പീരീഡ് മൂവിങ് ആവറേജ് താഴത്തേക്ക് ട്രെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടും.
കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ മാർക്കറ്റിൽ കാണാം. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് മൂവ് ടു ദ അപ്സൈഡ് മാർക്കറ്റിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റോക്സ് അബവ് 50 പീരിയഡ് മൂവിങ് ആവറേജിലും സെയിം സിനാരിയോ ആണ്. ഇവിടുന്ന് ഈ ഒരു ഹൈ ഈ 3 ഹൈയും കൂടെ നമുക്ക് കൂട്ടിച്ചേർത്ത് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ സ്ട്രോങ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു മൂവ് ടു ദ അപ്സൈഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് നെഗറ്റീവാണ്. സോ ഷോർട്ട് ടേം ട്രെൻഡും ഈ പറയുന്ന പോലെ ഈ പറയുന്ന സിനാരിയോസ്, അതായത് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ഇൻ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്ട്രോങ് ടേം ട്രെൻഡും മുകളിലേക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്യും. ആ സമയത്ത് വളരെ നല്ലൊരു മാർക്കറ്റ്, അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു സ്ട്രോങ് ബുൾ മാർക്കറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അറ്റ്ലീസ്റ്റ് 4, 5, 6, 7 ഡേയ്സ് ഓഫ് ബൈയിങ്. അതിനുശേഷം മേ ബി നല്ല സ്ട്രോങ് പുൾ ബാക്ക് വന്നേക്കാം. പക്ഷേ ആ 4, 5, 6, 7 ഡേയ്സ് ഓഫ് ബൈയിങ് നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പിന്നെ ഒബ്വിയസ്ലി ആ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമ്മൾ എങ്ങനെ പൊസിഷൻ സൈസ് മാനേജ് അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ P&Lൻ്റെ കിടപ്പ്. സോ അതിനുശേഷം പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബൌട്ട് 200 പീരിയഡ് മൂവിങ് ആവറേജും ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ Nifty 50 നേരത്തെ പറഞ്ഞ കേസ് തന്നെ സ്റ്റോക്സ് 52 വീക്ക് ഹൈ ആൻഡ് ഹൈ ലോ സ്റ്റോക്സ് പോസിറ്റീവാണ്, വളരെ നല്ല കാര്യമാണ്. 13.47% സ്റ്റോക്സ് ആർ പോസിറ്റീവ് ആസ് കമ്പയർഡ് ടു 52 വീക്ക് ലോ സ്റ്റോക്സ്. പിന്നെ മാർക്കറ്റ് ബ്രെഡ്ത്തും അത്ര നല്ല സിനാരിയോയിലൊന്നുമല്ല മാർക്കറ്റ് ബ്രെഡ്ത്ത് നിൽക്കുന്നത്. മാർക്കറ്റ് ബ്രെഡ്ത്ത് ഒരു കൺസേണിങ് ഫാക്ടർ തന്നെയാണ്. സോ ഈ നമ്പറൊക്കെ ഇത് വളരെ ചെറിയ നമ്പറാണ്, ഇത് കുറച്ച് വലിയ നമ്പറാണ്, ഇതും ചെറിയ നമ്പറാണ്, ഇത് ഓക്കെയാണ് തോന്നുന്നു. സോ എല്ലാം കൊണ്ടും ഒരു സിഗ്സാഗ് മാർക്കറ്റാണ് നമ്മൾ നിൽക്കുന്നത്. മുകളിലേക്കോ താഴത്തേക്കോ ഒന്നും ഇല്ലാതെ ഒന്ന് മുകളിലേക്ക് സിഗ് ചെയ്ത് താഴത്തേക്ക് വീണ്ടും നല്ല രീതിയിൽ സാഗ് ചെയ്യുന്ന ഒരു ചോപ്പി ആയിട്ടുള്ള കണ്ടീഷനിലുള്ളൊരു മാർക്കറ്റാണ് നമ്മൾ കിട്ടുന്നത്. ഈവൻ തോ ഈ ഇൻഡെക്സുകളെല്ലാം അതിൻ്റെ 50 and 20 പീരിയഡ് മൂവിങ് അവറിന് മുകളിലാണ്. ഇൻഫാക്ട് മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. ഈവൻ അബൌട്ട് 10 പീരിയഡ് മൂവിങ് ആവറേജ്. സ്റ്റിൽ മാർക്കറ്റിൽ നമ്മൾ വിചാരിച്ച ഈ ഒരു സിനാരിയോ എല്ലാം അറ്റ്ലീസ്റ്റ് ഇൻഡെക്സുകളുടെ ഈ സിനാരിയോയിൽ കിട്ടേണ്ട ഒരു സ്ട്രോങ് മൂവ് ടു ദ അപ്സൈഡ് നമുക്ക് ഇതുവരെ മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല. വളരെ നല്ല സിഗ്സാഗ് ചോപ്പിനെസ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. റീസെൻ്റായിട്ട് ഞാൻ ട്രേഡുകളൊന്നും അധികം ഓപ്പൺ ചെയ്തിട്ടില്ല ബിക്കോസ് ഓഫ് ദിസ് റീസൺ ഓൺലി. സോ മേ ബി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്നും കൂടെ സ്ട്രെങ്തൻ ആവും. അതിനുശേഷം നമുക്ക് നല്ല സ്ട്രോങ് മൂവ്സ് ടു ദ അപ്സൈഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് ഹാപ്പി ട്രേഡിംഗ്.